ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തൻ്റെ നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഇറാൻ്റെ പടയൊരുക്കങ്ങൾ കണ്ട് ഭയന്നിട്ടാണോ, അതോ താൻ ഈ നിലയിൽ മുന്നോട്ട് പോയാൽ ലോകത്തിന് മുന്നിൽ ഒരു ബഫൂണായി മാറുമെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇറാനുമായുള്ള യുദ്ധവിഷയത്തിൽ നിരന്തരമായി ചാഞ്ചാടി കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ട്രംപ്. ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിൻ്റെ മാനസിക നിലവാരം എന്താണെന്ന് അമ്പരന്ന് ലോകവും ഉറ്റുനോക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ നോക്കുക. ഡൊണാൾഡ് ട്രംപ് സേസ് ഹി ഈസ് കൺസിഡറിങ് ലിമിറ്റഡ് മിലിറ്ററി സ്ട്രൈക്ക് ഓൺ ഇറാൻ എന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത. പ്രസിഡന്റ് ട്രംപ് എക്സ്പെക്ട്സ് എ ഫൈനൽ ഡിസിഷൻ ഓൺ എ ഡീൽ വിത്തിൻ ദ നെക്സ്റ്റ് 10 to 15 days. He emphasized that the US will not permit Tehran to develop a nuclear weapon എന്ന സൈഡ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതായത് 10 മുതൽ 15 വരെ ദിവസം ഇറാന് സമയം കൊടുത്തു എന്ന് ട്രംപ് പറയുന്നു. അതിനുശേഷം ഒരിക്കലും ഇറാന് ആണവോർജം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് ട്രംപ് ഒരു പ്രസ്താവനയും നടത്തി എന്നുള്ളതാണ് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിരിക്കുന്ന വാർത്ത. പക്ഷേ അതിനുശേഷം ഇത് ഇറാൻ വാർത്തകളുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റുകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഈ 10 മുതൽ 15 വരെയുള്ള ദിവസം ഇറാന് ആലോചിക്കാനായി സമയം കൊടുക്കും, അല്ലെങ്കിൽ ആണവ കരാറിൽ എത്താൻ വേണ്ടിയുള്ള സമയം കൊടുക്കും, അല്ലെങ്കിൽ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കാനുള്ള സമയം കൊടുക്കുമെന്ന് പറഞ്ഞ ട്രംപ് അതേ നാവ് കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തിരുത്തി പറഞ്ഞിരിക്കുകയാണ് അർത്ഥവത്തായ ആണവ കരാറിലെത്താൻ ഇറാന് നേരെ പരിമിത ആക്രമണം വേണ്ടിവരും. അതായത് ഈ 10 മുതൽ 15 വരെ സമയപരിധി വീണ്ടും ട്രംപ് വെട്ടിക്കുറച്ചിരിക്കുന്നു. അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പരിമിതമായ ആക്രമണം, അതായത് ഇറാനെ ഒന്ന് ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോംബാക്രമണമോ അല്ലെങ്കിൽ ഇറാൻ്റെ ചില ഭാഗങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങളോ അങ്ങനെയുള്ളവ ഉണ്ടാകുമെന്നാണ് വീണ്ടും ട്രംപ് പറയുന്നത്. അതായത് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. ട്രംപിൻ്റെ വാക്കുകളിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. മിനിഞ്ഞാന്ന് പറഞ്ഞത് അതിനപ്പുറമായിരുന്നു. ഈ 3 ദിവസത്തെ ട്രംപിൻ്റെ പ്രസ്താവനകൾ നോക്കുക. 3 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ അയച്ചുകൊണ്ട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു. എന്നാൽ അതിനുശേഷം ഇറാനും റഷ്യയും ചൈനയും ചേർന്ന് ഹോർമുസ് കടലിടുക്കിലും ഒമാൻ്റെ തീരത്തുമൊക്കെ സംയുക്ത വ്യോമാഭ്യാസങ്ങളും ആയുധ പ്രകടനങ്ങളും അതുപോലെ തന്നെ ഇറാൻ ചില മിസൈലുകൾ ഹോർമുസ് കടലിടുക്കിൽ പ്രയോഗിച്ച് പരീക്ഷിച്ചതായുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വന്നു. അതിനുശേഷം അമേരിക്കയുടെ എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ തടയുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു. ആ കപ്പലുകൾ അതിവേഗത്തിൽ ഓടിച്ച് അവർ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ അമേരിക്കയുടെ ഓരോ പ്രതികരണത്തിനും ശക്തമായി തിരിച്ചടിക്കുന്ന കാര്യം വരുമ്പോൾ ട്രംപ് നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എന്താ, ആദ്യ ദിവസം പറഞ്ഞു B-2 സ്റ്റെൽത്ത് വിമാനങ്ങൾ അയച്ചുകൊണ്ട്, ബോംബർ വിമാനങ്ങൾ അയച്ചുകൊണ്ട് വലിയ ആക്രമണം ഇറാനുള്ളിൽ നടത്തുമെന്ന് പറഞ്ഞു. തൊട്ട് പിറ്റേ ദിവസം പറയുന്നു ഞങ്ങളൊരു 10 മുതൽ 15 ദിവസത്തെ സമയം ഇറാന് നൽകുകയാണ് ആണവ കരാറിൽ ഒപ്പിടാനും ആണവ പരീക്ഷണം പൂർണ്ണമായി ഇല്ലാതാക്കാനുമുള്ള സമയമാണെന്ന് പറയുന്നു. ഇതാ 3ാമത്തെ ദിവസമായപ്പോഴേക്കും ട്രംപ് വീണ്ടും പറയുകയാണ് പരിമിതമായ ആക്രമണം വേണ്ടിവരും. ഒരുപക്ഷെ ഇപ്പോൾ ട്രംപ് പറഞ്ഞതാണ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ലോകത്തിന് മുന്നിൽ ഇറാനെ ഞങ്ങൾ ആക്രമിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി എന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിമിതമായ ആക്രമണം, ഇറാന് സമീപമുള്ള കടലിലേക്ക് മിസൈൽ അയക്കുന്നതോ അല്ലെങ്കിൽ ഇറാൻ്റെ ആകാശ പരിധിക്കുള്ളിൽ കയറി ബോംബർ വിമാനങ്ങൾ ഇറാൻ്റെ സമീപത്തുള്ള ചില ബിൽഡിങ്ങുകൾ ചാമ്പലാക്കിയിട്ട് തിരിച്ചു പോരുന്നതോ, അല്ലെങ്കിൽ നമ്മൾ ജൂണിൽ കണ്ടതുപോലെയുള്ള ചെറിയ എന്തെങ്കിലും ഈ B-2 വിമാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതല്ല, മറിച്ച് ഏതെങ്കിലും തരത്തിൽ കുറച്ച് വിമാനങ്ങൾ, അമേരിക്കയുടെ ഏറ്റവും മുന്തിയ ഇനത്തിൽപ്പെട്ട പോർവിമാനങ്ങളാണ് ഇപ്പോൾ അമേരിക്കയുടെ പടക്കപ്പലുകളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ചെറിയ അഭ്യാസം നടത്തിയിട്ട് അമേരിക്ക തിരിച്ചു പോരുകയും അതിനുശേഷം കരാറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണോ ഇത് എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അമേരിക്കയ്ക്ക് ഒരിക്കലും ഇറാൻ തങ്ങൾക്ക് കീഴ്പ്പെട്ടിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇറാൻ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്ന് പറയാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതായത് ഞങ്ങൾ ഇറാന് ചുറ്റും ഒരു വലിയ വലയം തീർത്തു, അതിനുശേഷം ഇറാനിലെ നേർക്ക് ഒരു ചെറിയ ആക്രമണം നടത്തി. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആയത്തുള്ള അലി ഖാംനെയും അതുപോലെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും ഒക്കെ ഞങ്ങളുടെ കാലിൽ വീണു. അങ്ങനെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ചു എന്ന നിലയിൽ ഒരേ സമയം യുദ്ധത്തിൻ്റെ വക്താവായും സമാധാനത്തിൻ്റെ പ്രയോക്താവായും മാറുക എന്ന 2 വള്ളത്തിലും കാലിടുന്ന അമേരിക്കയുടെ സ്ഥിരം തന്ത്രം തന്നെയാണ് ഇവിടെ അവർ പയറ്റാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ വിഷയത്തിൽ അമേരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടില്ലേ, പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് ട്രംപ് ഇടപെട്ടിട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചത് എന്ന നിലയിലേക്ക്
പാകിസ്ഥാൻ്റെ വശം പിടിച്ചുകൊണ്ടാണ് ട്രംപ് സംസാരിക്കുന്നത്. ശരിക്കും എന്താ സംഭവിച്ചത്? പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെ കടന്നാക്രമിച്ചു. പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തകർത്തു. ഒടുവിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിച്ചിട്ടാണ് ഇന്ത്യ തൽക്കാലത്തേക്ക് വെറുതെ വിട്ടത്. ഇനിയൊരു ആക്രമണം ഇതുപോലെ ഉണ്ടായാൽ പാകിസ്ഥാൻ ബാക്കി കാണില്ല എന്ന ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ അന്ന് വെറുതെ വിട്ടത്. പക്ഷേ അതിനെ ട്രംപ് വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ട്രംപിൻ്റെ വാക്കുകൾ, ട്രംപിൻ്റെ നിലപാടുകൾ, ട്രംപിൻ്റെ മനസ്സ് ഇതിങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനെ ഇപ്പം തീർക്കുമെന്ന് പറഞ്ഞ് USS എബ്രഹാം ലിങ്കൺ കപ്പലുമൊക്കെ ആയിട്ട് പോയിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ, അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടാൻ കഴിയാത്തതിൻ്റെ വലിയ വിഷമം ട്രംപിനുണ്ട് എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതിനൊപ്പമാണ് അറബ് രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കരുത് എന്ന് സംഘടിതമായി മുന്നോട്ട് വന്ന് പറഞ്ഞത്. അതുപോലെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായ നാറ്റോ സൈന്യത്തിൽ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബ്രിട്ടനും ആക്രമണത്തിന് ഞങ്ങൾ തയ്യാറല്ല, ഇപ്പോൾ യുദ്ധം വേണ്ട, നമ്മുടെ സൈനിക കേന്ദ്രത്തിൽ നിന്ന്, അതായത് ഇറാനും ബ്രിട്ടനും സംയുക്തമായി ഉണ്ടാക്കിയ UK സൈനിക കേന്ദ്രത്തിൽ നിന്ന് ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം തീർത്തു പറഞ്ഞു. ഇതോടുകൂടിയാണ് അമേരിക്ക ഒരു പരിമിതമായ ആക്രമണം എന്നതിലേക്ക് ചുരുങ്ങിയത്. അതായത് മുമ്പ് നമ്മൾ കേട്ടിരുന്നത്, അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ അടിച്ചുവിട്ടിരുന്നത്, ഇറാനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കും, ഇറാനെ ചാരമാക്കും, വെനസ്വലൻ മോഡലിൽ ഖാംനെയെ തട്ടിക്കൊണ്ടുവരും, അങ്ങനെ ഇറാൻ്റെ അധികാരം പൂർണ്ണമായി അമേരിക്കയുടെ കയ്യിലെത്തുമെന്നൊക്കെയായിരുന്നു. ഇവിടെ മറുനാടൻ ഉൾപ്പെടെയുള്ള മുസ്ലിം വിരുദ്ധ മാധ്യമങ്ങളൊക്കെ ഈ വിധത്തിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങളും ഈ ഇസ്ലാമിക റിപ്പബ്ലിക് കണ്ടിട്ട് ഇറാനെതിരെ വ്യാജമായി നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ സംഭവിക്കുന്നത് അമേരിക്കയ്ക്ക് പൂർണ്ണമായി ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അമേരിക്ക തിരിച്ചറിയുന്നു, ട്രംപ് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ മാനം രക്ഷിക്കാൻ ഒരു താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ ആക്രമണം നടത്തിയിട്ട് ഇത് ഇറാന് നേരെയുള്ള മുന്നറിയിപ്പാണ്, ഇതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്, ഇറാൻ ഞങ്ങളുടെ പരിധിയിൽ വരണമെന്ന് പറഞ്ഞ് മധ്യസ്ഥ രാജ്യങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കരാറിൽ ഒപ്പിട്ടിട്ട് തിരിച്ചു പോവുക. ഇതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്ന കാര്യം. എന്തായാലും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ശക്തമായ സൈനിക വിന്യാസങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോർദാൻ കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ തന്നെ അമേരിക്കയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ഒരേ ഒരു രാജ്യം, ഇസ്രായേൽ കഴിഞ്ഞാൽ സൈനികപരമായിട്ട് അമേരിക്കയ്ക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സൈനിക താവളമുള്ള ഒരേ ഒരു പ്രദേശം ജോർദാൻ മാത്രമാണ്. UAE അടക്കമുള്ള, സൗദി അടക്കമുള്ള 8 അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ നീക്കങ്ങൾക്ക് വിമുഖത കാണിച്ച് ഒരു യുദ്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥ ശ്രമങ്ങളിലേക്ക് കടക്കുകയും അമേരിക്കയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള തീവ്ര നീക്കങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അത് അമേരിക്കയുടെ കണക്കുകൂട്ടലിന് വിരുദ്ധമായിരുന്നു. ഏറ്റവും വലിയ തിരിച്ചടി കൊടുത്തത് ബ്രിട്ടനാണ്. അവിടെ നിന്നും ആക്രമിക്കാൻ കഴിയില്ല. പിന്നെ ആകെയുള്ളൊരു കേന്ദ്രം എന്ന് പറയുന്നത് ജോർദാനാണ്. ജോർദാനിലേക്ക് കൂടുതൽ സൈനികരെയും സൈനിക വിമാനങ്ങളെയും ഒക്കെ അയച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അടിക്കും എന്നൊരു ഭീതി ഉണ്ടാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷേ ഇറാൻ തീർത്ത് പറയുന്നത്, ഞങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ, അതായത് ഇറാൻ്റെ വ്യോമപരിധി ലംഘിച്ച് അമേരിക്കയുടെ ഒരു ബോംബർ വിമാനം ഇറാൻ്റെ ആകാശത്ത് കണ്ടാൽ പോലും അതൊരു യുദ്ധം എന്ന നിലയിലേക്ക് ഞങ്ങൾ കാണും. പിന്നെ അതിനൊരു യുദ്ധമായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ആ വിമാനങ്ങൾ വന്നത് എവിടെ നിന്നാണോ, ഏത് രാജ്യത്ത് നിന്നാണോ, ഏത് സൈനിക കേന്ദ്രത്തിൽ നിന്നാണോ ആ രാജ്യത്തെ ഞങ്ങൾ ആക്രമിക്കും. അപ്പോൾ ജോർദാൻ ഹിറ്റ് ലിസ്റ്റിലുണ്ട് ഇറാൻ്റെ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരുപക്ഷെ ജോർദാനിലേക്കായിരിക്കും ഇസ്രായേൽ കഴിഞ്ഞാൽ അടുത്ത അടി ഇറാൻ കൊടുക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല, വിപുലമായൊരു ആക്രമണം നടത്താനായിട്ടുള്ള സൈനിക സ്പേസ് ഇപ്പോൾ അമേരിക്കയ്ക്ക് എവിടെയും കിട്ടാനില്ല. ആ കടലിൽ കിടക്കുന്ന പടക്കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കണാണ് ആകെയുള്ള ഒരു സൈനിക ബേസ്. ഈ ഏറ്റവും വലിയ പടക്കപ്പലായിട്ടുള്ള ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ എത്തിയിട്ടില്ല, അത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ USS എബ്രഹാം ലിങ്കണിൽ നിന്ന് പരിമിതമായ ആക്രമണം നടത്താനേ അമേരിക്കയ്ക്ക് കഴിയൂ. അതുതന്നെയാണ് ട്രംപും പറഞ്ഞത്, പരിമിതമായ ആക്രമണങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന്. കാരണം വിപുലമായ ആക്രമണങ്ങൾ നടത്താൻ ഒരു രാജ്യവും ട്രംപിനെ അടുപ്പിക്കുന്നില്ല, ഒരു രാജ്യവും ട്രംപിന് അനുമതി കൊടുക്കുന്നില്ല, ഒരു രാജ്യവും അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു സൈനിക നീക്കത്തിലേക്ക് പോകാൻ ഇസ്രായേലും ഇതുവരെ തയ്യാറായിട്ടില്ല. വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. കാരണം പോയി കഴിഞ്ഞാൽ അന്നത്തെ 12 ദിവസത്തെ ആക്രമണത്തിൻ്റെ 10 മടങ്ങ് ആക്രമണം ഉണ്ടാകുമെന്ന ഭീതി ഇസ്രായേലിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇറാനിലേക്ക് ഉടൻ ബോംബാക്രമണം നടത്തുമെന്ന് പറഞ്ഞ് പഴയ വാക്ക് തിരുത്തി ട്രംപ് ഞെട്ടിച്ചുവെങ്കിലും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ യുദ്ധമായി പരിഗണിച്ച് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അമേരിക്ക അത് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇറാനെ ഒന്ന് പേടിപ്പിക്കാം, അത് ചെറിയൊരു ആക്രമണം നടത്തി തിരിച്ചുപോയി മാനം രക്ഷിക്കാം എന്നാണ് ട്രംപ് കരുതുന്നതെങ്കിൽ അതൊരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കമായി ഇറാൻ കരുതുകയും ഇറാൻ അതിനെ യുദ്ധമായി പരിഗണിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളടക്കം സകലതും ആക്രമിക്കുന്ന സാഹചര്യം വരികയും ചെയ്യും. അത് ട്രംപിന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല.